Hi guys, welcome back to my channel. ഇപ്പം നടിഗർ എന്ന് പറയുന്ന സിനിമ കണ്ടു. ഇതിൻ്റെ ട്രെയിലർ കണ്ട അപ്പം ഞാൻ തീരുമാനിച്ചാണ് ഈ പടം എനിക്കൊരു ഹോപ്പും ഇല്ലാതാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ അതുപോലെ സംഭവിച്ചു. പടം ഒരു കാറ്റുപോയ ബലൂൺ തന്നെയാണ്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ സ്റ്റോറിയിൽ എന്തുകൊണ്ട് ടൊവിനോ കമ്മിറ്റായി, ഇതിലെന്താണ് ഇരിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. പടം ഡയറക്റ്റഡ് ബൈ ജൂനിയർ ലാലാണ്. ആ പുള്ളിക്കാരൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഞാൻ കണ്ടു, അതൊക്കെ പക്ഷെ അതിൽ സംഭവം നല്ല സ്റ്റോറി സ്ക്രീൻ പ്ലേ സച്ചിയായിരുന്നു. പക്ഷെ മേക്കിങ്ങിലൊക്കെ അടിപൊളിയായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ ഇതിൽ എന്ത് പറ്റി എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. റിട്ടേൺ ബൈ സുവിൻ, പിന്നെ ടൊവിനോ, വിദ്യാപിള്ളയുടെ ഒക്കെ ആവശ്യമായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ബാലു വർഗീസ് ഓക്കെ, പിന്നെ സുരേഷ് കൃഷ്ണൻ ഒരു രക്ഷയില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് എടുത്ത് പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല പെർഫോമൻസ് ആയിരുന്നു സുരേഷ് കൃഷ്ണ. പിന്നെ സൗബിനും ഒരു ഈക്വൽ റോളുണ്ട്. സൗബിൻ്റെ ക്യാരക്ടറും ഓക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയെന്ന് വേണമെങ്കിൽ പറയാം. ഷൈൻ ടോം ചാക്കോ ജസ്റ്റ് ഒരു ക്യാമിയോ പോലെ വന്നിട്ട് പോകും. ഇന്ദ്രൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മിനിറ്റുകൾക്ക് നമുക്ക് ഒരു ഭയങ്കര ഒരു ഇൻറ്റൻസ് വന്നിട്ട് പുള്ളിക്കാരൻ പോകും. പിന്നെ ഭാവനയുടെയൊക്കെ ഒന്നും ഒരു പുണ്ണാക്കം തോന്നിയില്ല. പുള്ളിക്കാരുടെ ഒന്നും ഒരാവശ്യം എനിക്ക് തോന്നിയില്ല. ഈ പടമേ ഇതൊക്കെ ടൊവിനോ ഇത് എന്തുകൊണ്ട് ഈ പടം കമ്മിറ്റായത്, എന്താണ് വലിയ സ്റ്റോറി ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഒരു സംഭവം ഞാൻ പറയും. ഈ പടം തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മഹാനടനായ പ്രേം നസീറിൻ്റെ ഒരു വീഡിയോ കാണിക്കും. അതിൽ ആ പുള്ളിക്കാരൻ പറയുന്ന ഡയലോഗിലാണ് പടം അവസാനം എൻഡ് ചെയ്യുന്നത് മനസ്സിലായി. പക്ഷേ ആ പുള്ളിക്കാരനെ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ ആ ഒരു പുള്ളിക്കാരനെ വെച്ച് ഇങ്ങനത്തെ ഒരു പടത്തിൽ കാണിക്കുമ്പോൾ പക്ഷെ ആ ഒരു പടത്തിനൊരു വാല്യൂ ഇല്ല. കാരണം പ്രേം നസീറിനെ പോലത്തെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ പടം അത് അർഹിക്കണ്ടേ? എനിക്കത് ഒട്ടും അർഹിക്കാതെ തോന്നിയില്ല. ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, തോന്നിയില്ല. പിന്നെ മ്യൂസിക് യാക്സൻ ഗരെ, പിന്നെ നേഹ നായർ. മ്യൂസിക്കും എനിക്ക് വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. പിന്നെ ടോവിനോയുടെ കോസ്റ്റ്യൂംസ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് എടുത്ത് പറയണം, കിടിലൻ കോസ്റ്റ്യൂമായിരുന്നു. ഐ ഫോർഗോട്ട് നെയിം ആക്ച്വലി. പുള്ളിക്കാരിയുടെ പേര് ഞാൻ പറഞ്ഞു. അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു. പുള്ളിക്കാരി തല്ലുമാലയിലൊക്കെ ചെയ്യുന്ന കോസ്റ്റ്യൂമാണ്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ട് മനസ്സിലാവും. ക്യാമിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വന്ന് ഒരു പാട്ടിലൊക്കെ വന്നിട്ട് പോകുന്ന കുറച്ച് ക്യാമിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ ഈ പടം വേസ്റ്റ് മൂവി ആയിരുന്നു. ടൊവിനോയ്ക്ക് പറ്റിയൊരു അട്ടാറ് വേസ്റ്റ് മൂവി ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് എങ്ങനെ പോയെന്ന് സത്യം പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് ഹാഫ് ഇൻട്രോയിൽ കാണുമ്പോൾ തന്നെ ഇൻട്രോയിലായി. പിന്നെ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് എത്തിയപ്പോൾ തന്നെ അയ്യോ ഒന്ന് നിർത്തിക്കൂടെ എന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി ഞാൻ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഭയങ്കര നെഗറ്റീവ് ഞാൻ പറയും. സോ എനിക്ക് ഒട്ടും പടം ഇഷ്ടപ്പെട്ടില്ല. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. എനിവേ ലെറ്റ്സ് സീ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ, ബൈ.